നിലാപക്ഷി ഭാഗം 16. സൂര്യന്റെ പൊൻകിരണങ്ങൾ മഞ്ഞുതുള്ളി പോലെ ചെടികളിൽ വീണുകിടക്കുന്ന ഒരു പൊൻപ്രഭാതം. ഉണരാൻ മടിച്ച് അനാമിക മിഥുനോട് ചേർന്ന് കിടന്നു. അവളെ തന്റെ കൈക്കുള്ളിലാക്കി അവൻ കെട്ടിപ്പിടിച്ചു. അവൾ കൈ എത്തിച്ച് ഫോണെടുത്ത് സമയം നോക്കി. 7:45. അയ്യോ, ഇത്രയും നേരം വൈകിയോ? അവൾ മെല്ലെ മിഥുന്റെ കൈ വിടുവിച്ച് എഴുന്നേറ്റു. പുതപ്പ് മാറ്റാൻ നേരം അവൾക്ക് നാണമായി. ഇന്നലെ രാത്രി തന്റെ ദേഹത്ത് നിന്നും വസ്ത്രങ്ങൾ എടുത്തു മാറ്റിയതാണല്ലോ എന്നവൾ ഓർത്തു. ആലോചിച്ചപ്പോൾ തന്നെ അവളുടെ മുഖം നാണം കൊണ്ട് ചുമന്നു തുടുത്തു. അവൾ തന്റെ സാരി എവിടെ എന്ന് നോക്കി. മിഥുൻ അതിൽ കയറി കിടക്കുന്നു. അവൾ ഒന്ന് വലിച്ചു നോക്കി. ഇല്ല, കിട്ടുന്നില്ല. അവൾ ശ്രമം ഉപേക്ഷിച്ചു കൊണ്ട് എഴുന്നേറ്റു. പുതപ്പെടുത്ത് ദേഹത്ത് ചുറ്റി. പിന്നെ മെല്ലെ വാഷ്റൂമിലേക്ക് പോയി. കുളി കഴിഞ്ഞ് വന്ന് അവൾ മിഥുനെ തന്നെ നോക്കി നിന്നു. അവൻ നല്ല ഉറക്കമാണ്. മെല്ലെ കുനിഞ്ഞു നിന്ന് അവൾ അവന്റെ കവിളിലൊരു ചുംബനം നൽകി. തിരിഞ്ഞ് നടക്കാൻ ഭാവിച്ചതും അവൻ അവളെ വലിച്ച് തന്റെ നെഞ്ചിലേക്കിട്ടു. മിഥുൻ, വിട്. നേരം എത്രയായെന്നറിയോ? എണീറ്റ് പോയി ഫ്രഷായി വന്നേ. നമുക്ക് പുറത്തു പോയി സാധനങ്ങളെല്ലാം വാങ്ങിക്കണ്ടേ? അവൾ അവനോട് കൊഞ്ചി. അതൊക്കെ പോകാം, നീ ഇങ്ങ് വന്നേ. അവൻ അവളെ കൂടുതൽ ഇറുക്കി പിടിച്ചു. കുളി കഴിഞ്ഞതു കൊണ്ട് തന്നെ അവളുടെ ശരീരത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. അവൾ അവന്റെ ദേഹത്ത് ഒട്ടി നിന്നു. അവൻ അവളുടെ കവിളിൽ ചുംബിച്ചു. അവളുടെ മുടിയിഴകളിൽ വെള്ളം തങ്ങി നിൽപ്പുണ്ടായിരുന്നു. അവളുടെ ചുണ്ടുകളെ അവൻ തന്റെ വരുതിയിലാക്കി. അവളുടെ ശരീരത്തിൽ തനിക്ക് മറയായതിനെ എല്ലാം അവൻ ഇല്ലാതെയാക്കി. മിഥുൻ, എനിക്കിനിയും കുളിക്കാൻ വയ്യ, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അതൊന്നും വകവയ്ക്കാതെ മിഥുൻ അവളിൽ തന്റെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. അവന്റെ ശ്വാസഗതി ഉയരുകയും താഴുകയും ചെയ്തു. അവളിൽ നിന്നും മാറുമ്പോൾ അവൻ കിതച്ചു പോയിരുന്നു. രണ്ട് ശരീരങ്ങളും ഒന്നായി. അവർ ആ കിടപ്പ് കുറേ സമയം കിടന്നു. വാഷ്റൂമിൽ നിന്നും കുളിച്ച് ഇറങ്ങി വരുമ്പോൾ അനുവിന്റെ ചുണ്ടിൽ നിറഞ്ഞ ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു. മിഥുൻ ഉണർന്നു കിടപ്പുണ്ട്. അവൻ അവളെ നോക്കി കിടക്കുകയാണ്. മതി, എഴുന്നേറ്റേ, വല്ലതും കഴിക്കണ്ടേ? അനു പറഞ്ഞു. അവൻ മടിയോടെ കിടന്നു. ഞാനൊരു ചായ ഇടുമ്പോഴേക്കും പോയി ഫ്രഷായി വരണേ, അവൾ ഓർമ്മിപ്പിച്ചു. അവൾ കിച്ചണിലേക്ക് പോയി. അനു പതുക്കെ പുറത്തിറങ്ങിയപ്പോൾ മിഥുൻ എഴുന്നേറ്റ് ഫ്രഷാവാൻ വേണ്ടി പോയി. വാസുദേവന്റെ വീട്ടിൽ സ്ഥിതി വളരെ മോശമായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് അവിടെ കെട്ടിപ്പൊക്കിയ പന്തലെല്ലാം അഴിച്ചു. കല്യാണത്തിന് പങ്കെടുക്കാൻ വന്നവരെല്ലാം മടങ്ങിപ്പോയിരിക്കുന്നു. വാസുദേവൻ ശരിക്കും തളർന്നു പോയിരുന്നു. വനജ അനു പോയതിൽ പിന്നെ കരച്ചിൽ തന്നെയാണ്. അങ്ങനെ വീട് ആകെ ഉറങ്ങിയത് പോലെയായിരുന്നു. എല്ലായിടത്തും വാസുദേവൻ അന്വേഷിച്ചിരുന്നു. എങ്കിലും നിരാശയായിരുന്നു ഫലം. എറണാകുളത്ത് പോയി അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അദ്ദേഹം. ഏട്ടാ, ചായ. വനജയുടെ ശബ്ദം കേട്ടപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കി. കയ്യിൽ ചായയുമായി വനജ നിൽക്കുന്നു. ആകെ തളർന്നിരിക്കുന്ന വാസുദേവനെ കണ്ടപ്പോൾ വനജയ്ക്ക് വിഷമമായി. ഞാൻ അനുവിനെക്കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല കരുതിയിരുന്നത്. അവൾ നമ്മളോട് ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയതല്ല. വനജ പറഞ്ഞത് കേട്ടപ്പോൾ വാസുദേവന്റെ മുഖം മാറി. ഇനി അവളെക്കുറിച്ച് ഈ വീട്ടിൽ മിണ്ടിപ്പോകരുത്, അയാൾ കാർക്കശ്യത്തിൽ പറഞ്ഞു. പിന്നെ വനജ ഒന്നും മിണ്ടിയില്ല. കുറച്ചു നേരം അയാൾക്കരികിൽ നിന്ന ശേഷം അവർ തിരികെ പോയി. അയാൾ ഒന്നും മിണ്ടാതെ പതിയെ കസേരയിലേക്ക് ചാരിയിരുന്നു. കണ്ണുകളടച്ചിരിക്കുമ്പോൾ അയാളുടെ മനസ്സിലൂടെ പല സംഭവങ്ങളും കടന്നുപോയി. അനുവിനെ തന്റെ കയ്യിൽ കിട്ടിയതു മുതൽ അവളുടെ വിവാഹം വരെയുള്ള കാര്യങ്ങൾ അയാളിലൂടെ മിന്നിമറഞ്ഞു. ഒരിക്കലും അയാൾ അനുവിൽ നിന്നും ഇങ്ങനെയൊരു പ്രവൃത്തി പ്രതീക്ഷിച്ചിരുന്നില്ല. തന്റെ സ്വപ്നങ്ങളില്ലാതാക്കിയ മകളെക്കുറിച്ച് ഇനി ആലോചിക്കില്ല എന്ന് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് അയാൾ കണ്ണുകൾ ഇറുകെ അടച്ചു.
അനുവും മിഥുനും വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാനായി ഇറങ്ങുകയാണ്. അവൾ ഡ്രസ്സ് മാറുമ്പോൾ മിഥുൻ അവിടെ തന്നെ ഇരുന്നു. മിഥുൻ പുറത്തേക്കിറങ്ങിയേ, ഞാനീ ഡ്രസ്സൊന്ന് മാറട്ടെ, അവൾ നാണത്തിൽ പറഞ്ഞു. പിന്നെ ഞാൻ കാണാത്തത് വല്ലതുമാണോ? നീ മാറിക്കോ, ഞാൻ ഇവിടെ ഇരുന്നു കൊള്ളാം. അവൾ മടിച്ചുകൊണ്ട് ഡ്രസ്സ് മാറാൻ തുടങ്ങി. അപ്പോൾ അവൻ പിന്നിലൂടെ വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അവൻ അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി. അനാമിക നാണം കൊണ്ട് കൂമ്പിപ്പോയി. അവൻ അവളുടെ ചുണ്ടിനു നേരെ മുഖം താഴ്ത്തിയതും അവൻ്റെ ഫോൺ ശബ്ദിച്ചു. ആരാണത് എന്നറിയാൻ നോക്കിയപ്പോൾ ഊർമിളയാണ്. അവൻ അവളോട് മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചുകൊണ്ട് ഫോൺ എടുത്തു. ഹലോ മമ്മ, അവൻ പറഞ്ഞു. മിഥുൻ, നീ എത്ര ദിവസമായി പോയിട്ട്? നീ ഇതെവിടെയാണ്? പേപ്പർ ശരിയാക്കാനുണ്ടെന്നും പറഞ്ഞു പോയിട്ട്. അത് ശരിയായോ? ഇനി അഥവാ ശരിയായില്ലെങ്കിൽ നീ ഇങ്ങോട്ട് പോരെ, അയ്യരങ്ങളെ ഞാൻ അങ്ങോട്ട് വിടാം. ഊർമിള പറഞ്ഞത് കേട്ടപ്പോൾ അവൻ എന്ത് മറുപടി പറയണമെന്നറിയാതെ പകച്ച് നിന്നുപോയി. മിഥുൻ ഊർമിളയോട് എന്തു പറയും? അവൻ തിരിച്ചു പോകുമോ? അതറിയണമെങ്കിൽ നിലാപക്ഷിയുടെ അടുത്ത എപ്പിസോഡ് വരെ നിങ്ങൾ കാത്തിരുന്നേ മതിയാകൂ.